വയനാടിൽ ഒരു ഫോറസ്റ്റ് ഫീൽ തരുന്ന വളരെ പ്രൈവറ്റായി വളരെ സേഫായി പക്ഷികളുടെയൊക്കെ ശബ്ദം കേട്ടുകൊണ്ട് നല്ല തണുപ്പിൽ മുഴുവനായി മരത്തിൽ നിർമ്മിച്ച ഒരു ട്രീ ഹൗസിൽ താമസിക്കാനുള്ള അന്വേഷണത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഒരു പ്ലാന്റേഷൻ റിസോർട്ടിലേക്കായിരുന്നു. പ്ലാനറ്റ് ഗ്രീൻ പ്ലാന്റേഷൻ റിസോർട്ട്. നമസ്കാരം, ഞങ്ങൾ ഇന്നുള്ളത് വയനാട്ടിലെ ഒരു കോഫി പ്ലാന്റേഷൻ റിസോർട്ടിലാണ്. അപ്പോൾ ചുറ്റും കാടാണ്, കോഫി തോട്ടമാണ്, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു റിസോർട്ടിൽ ഒരു ട്രീ ഹൗസിലാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമേ ഈ റിസോർട്ടിലേക്കുള്ളൂ. ഏതൊരു വണ്ടിയിലായാലും നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണ് ഈ റിസോർട്ടിലേക്കുള്ളത്. ഞങ്ങൾ താമസിച്ച ട്രീ ഹൗസിന് ചുറ്റും കാപ്പിത്തോട്ടമാണ്. വെറും കാപ്പിത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഈ ട്രീ ഹൗസിലേക്ക് എത്തേണ്ടത്. മുകളിലത്തെ ഭാഗത്താണ് ഡീലക്സ് റൂമുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫോറസ്റ്റ് ഫീലോടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രീ ഹൗസ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ വുഡൻ കോട്ടേഴ്സ് ബുക്ക് ചെയ്യണം. ഞങ്ങൾ 2 പേർക്കാണ് ഈ ട്രീ ഹൗസ് ബുക്ക് ചെയ്തത്. 6000 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ് വന്നത്. ശരിക്കും വയനാട്ടിൽ നമുക്ക് ഇതിലും കുറഞ്ഞ നിരക്കിൽ ട്രീ ഹൗസ് ലഭ്യമാകുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഫാമിലിയുടെ കൂടെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സേഫ്റ്റി. അതിൻ്റെ കൂടെ അത്യാവശ്യം ലക്ഷറിയും ഒരു പ്രൈവറ്റ് ബാൽക്കണിയും ഈ ട്രീ ഹൗസിനുണ്ട്. ഞങ്ങൾ പോയെന്ന് നല്ല മഴയായതുകൊണ്ട് ആ ബാൽക്കണി നമുക്ക് അത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ചെരുപ്പോ അല്ല മറ്റു വസ്തുക്കളോ ഒന്നും ബാൽക്കണിയിൽ വെച്ചിട്ട് പോകരുത്. കാരണം കുരങ്ങന്മാരുടെ ശല്യം നല്ലോണമുണ്ട്. പുറത്ത് വൈകുന്നേരം 5 മണി മുതൽ കംപ്ലീറ്റ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഒരു സ്ട്രീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പോയി കാണണം. എന്തായാലും അത് രാവിലെ പറ്റുള്ളൂ. ഇനി 8:30ക്കാണ് ഡിന്നർ പറഞ്ഞിട്ടുള്ളത്. സോ 8:30 ആവാറായി. ഞങ്ങൾ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്, മുകളിലേക്ക്. ഏകദേശം 8:30ക്കാണ് ഫുഡ് റെഡിയാവുമെന്ന് പറഞ്ഞത്. വൈകുന്നേരം 6:30ക്ക് നമ്മളെ വിളിച്ചിട്ട് ഓർഡർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ മെനു നോക്കി പറഞ്ഞിരുന്നു എന്താ വേണ്ടതെന്ന്. വേണമെങ്കിൽ റൂമിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ വേണ്ട, റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞു. വയനാട് ഞങ്ങൾ എത്തിയ ആദ്യത്തെ ദിവസം തന്നെയാണ് ഈ റിസോർട്ടിലേക്ക് പോയത്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മഴ വില്ലനായി എത്തിയത്. പക്ഷേ മഴക്കാലത്തും വയനാടിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡും നല്ലതാണ്. പിന്നെ GPS വളരെ അക്യുറേറ്റ് ആയുള്ള സ്ഥലമാണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് ഈ റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റി. ഈ റിസോർട്ടിന് സെപ്പറേറ്റ് ആയ ഒരു പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. പക്ഷേ അതൊരിക്കലും ഒരു നെഗറ്റീവായി കാണേണ്ട ആവശ്യമില്ല. കാരണം സേഫായിട്ട് അതിന് പുറത്ത് പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. റിസോർട്ടിൻ്റെ എൻട്രിയിൽ നിന്ന് ഇറക്കം തുടങ്ങും. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് തന്നെ ഇവിടുത്തെ മെയിൻ ലോബിയിലേക്കാണ്. ചെറിയ ഒരു ലോബിയാണ്, അങ്ങനെ വലിയ ലക്ഷൂറിയസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഡിം ലൈറ്റ് സെറ്റപ്പാണ് ഇവിടുത്തേത്. ഞങ്ങൾ ആദ്യം എത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്നൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. മെയിൻ ലോബിക്ക് പുറത്ത് ഒരു ഗ്രീൻ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിന്നാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആദ്യമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന കാടിനുള്ളിൽ എവിടെയോ ആണ് ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ട്രീ ഹൗസ് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നില്ല. ട്രീ ഹൗസ് മാത്രമല്ല, അങ്ങ് താഴെ തന്നെയാണ് വുഡൻ കോട്ടേഴ്സും ഉള്ളത്. മെയിൻ ലോബിക്ക് സൈഡിലായിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണ്. രാത്രി നമുക്കിവിടെ റൊട്ടി ഐറ്റംസും നോൺ വെജ് ഡിഷസും ഒക്കെ ഉണ്ടായിരുന്നു. ഡിന്നർ എക്സ്ട്രാ പേയബിൾ ആയിരുന്നു, അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നില്ല. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. രാവിലെ ഭക്ഷണം വെജായിരുന്നു. പുട്ട്, പൂരി, ബ്രെഡ് ടോസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് വിഭവങ്ങളായിരുന്നു. തെറ്റ് പറയാനായിട്ടൊന്നുമില്ല, നല്ല ഭക്ഷണമായിരുന്നു. മെയിൻ ലോബിയുടെ മുൻപിൽ 2 വശത്തേക്കുമായിട്ട് ഈ കാണുന്ന പോലുള്ള വഴികളുണ്ട്. ഈ 2 വശത്തേക്കുമായിട്ടാണ് 10 ഡീലക്സ് റൂമുകളുള്ളത്. 2 സൈഡിലും 5-5 വീതം.
ഓരോ ഭാഗത്തും മുകളിലത്തെ ഫ്ലോറിൽ 2 റൂമുകളും താഴത്തെ ഫ്ലോറിൽ 3 റൂമുകളുമാണ്. ഓരോ റൂമിനും ബാൽക്കണി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഇല്ലേ, അതുപോലത്തെ വ്യൂ ആണ് ഓരോ ബാൽക്കണിയിൽ നിന്നും കിട്ടുക. 4000 രൂപ ചാർജ് വരുന്നുണ്ട്. ആ ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. അതിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിം സെൻറ്റർ. ഞാനിപ്പോൾ ഉള്ളത് റിസോർട്ടിൻ്റെ ഇൻഡോർ ഗെയിം ഏരിയയിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ഗെയിംസൊക്കെയാണ്. കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം റിലാക്സ് ആവാനുള്ളൊരു സ്പോട്ടാണ്. അന്നേരം രാത്രി ഞങ്ങൾ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. നല്ല മഴയായതുകൊണ്ട് മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ആശ്രയം ഈ ഇൻഡോർ ഗെയിം സെൻറ്ററിലാണ്. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം രാവിലെ ഏകദേശം 7:30 മഴ അപ്പോഴും ചാറ്റുന്നുണ്ട്. രാവിലെ തണുപ്പത്ത് ഈ മഴയത്ത് ഈ ഫോറസ്റ്റ് കാണാൻ വേറൊരു വൈബാണ്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഈ പ്ലാന്റേഷൻ്റെ നടുവിൽ കൂടി നടന്നിട്ട് വേണം ഞങ്ങളുടെ ട്രീ ഹൗസിലേക്ക് എത്താൻ. ഇത് വെറും ഒരു കാപ്പിത്തോട്ടമല്ല. പലതരം മരങ്ങളെയും ചെടികളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ചില മരങ്ങളിലൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതി വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പലതരം ചെറിയ മൃഗങ്ങളെയും കാണുന്നുണ്ടായിരുന്നു. കുരങ്ങന്മാരുടെ കഥ പറയേണ്ടേ ആവശ്യമില്ല. എവിടെ നോക്കിയാലും അതവിടെയുണ്ട്. നമ്മൾ താഴേക്ക് വരുമ്പോൾ, അതായത് വൂഡൻ കോട്ടേജിലേക്കും ട്രീ ഹൗസിലേക്കും വരുമ്പോൾ ഇതുപോലുള്ള വഴിയിലൂടെയാണ് വരുന്നത്. 2 സൈഡും നല്ല പ്ലാന്റേഷനാണ്, ഡീപ്പ് ഫോറസ്റ്റ് ഫീലാണ്. അപ്പോൾ നല്ല രസമാണ് ഇതിലൂടെ നടക്കാൻ. അട്ടയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ. ഇന്നലെ രാത്രി അട്ടയുടെ ഒരു കടി കൊണ്ടിരുന്നു. നിറച്ചും അട്ടയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇതിലൂടെ നടക്കാൻ. പിന്നെ ചുറ്റുമുള്ള കാടിൽ കുരങ്ങും വേറെന്തൊക്കെയോ ജീവികളൊക്കെ ഉണ്ട്. രാത്രി അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ വഴി 2ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നത് കാണാം. അതിൽ നേരെ പോയാലാണ് താഴെയുള്ള ആ അരുവിയിലേക്ക് എത്തുന്നത്. ഇടത് വശത്തേക്കുള്ള ഈ കാണുന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ട്രീ ഹൗസിലേക്ക് എത്തുന്നത്. 6000 രൂപയാണ് ഇവിടെ ഞങ്ങൾക്ക് ചാർജ് വന്നതെന്ന് പറഞ്ഞല്ലോ. അത് തികച്ചും സീസണിലാണ്. ഞങ്ങൾ താമസിച്ച ട്രീ ഹൗസിന് നേരെ പാരലലായിട്ടാണ് ഇവിടുത്തെ വൂഡൻ കോട്ടേജസ് ഉള്ളത്. നടുവിലൊരു കോമൺ ബാൽക്കണി ഉണ്ട്. അതിൻ്റെ 2 ഭാഗത്തായിട്ട് ഓരോരോ കോട്ടേജാണ്. 5800 മുതൽ 6000 വരെ ഈ റൂമിനും ചാർജ് വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ താഴെ ഒരു സ്ട്രീം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളൊരു സിംഗിൾ കപ്പിളായിട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും ട്രീ ഹൗസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റൊരു റൂം അടുത്തില്ലാത്തതുകൊണ്ട് നല്ല പ്രൈവസിയാണ്. 2 ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ 5 പേരൊക്കെ ഉണ്ടെങ്കിൽ വൂഡൻ കോട്ടേജസ് പ്രിഫർ ചെയ്യുക. വ്യൂവിൻ്റെ കാര്യത്തിൽ ഈ 2 കോട്ടേജസും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ സ്ട്രീമിലേക്ക് പോകുന്ന വഴിയും കുറച്ച് വൈൽഡാണ്, കാമാണ്. നേരത്തെ കണ്ടതിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ടോളാണ് ഇവിടുത്തെ പ്ലാന്റേഷൻ. എൻ്റെ പുറകിൽ കാണാം. നമുക്കിതിൻ്റെ അടിയിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. സോ ഫൈനലി വി റീച്ച് ദ സ്ട്രീം. നമ്മൾ സ്ട്രീമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു സ്ട്രീമാട്ടോ. ഇവിടെ ഇരിക്കാനുള്ള കസേരയും സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഭയങ്കര സ്ലിപ്പാട്ടോ. സ്ട്രീമിൻ്റെ ആ സൈഡിൽ കാണുന്നില്ലേ, അത് ഇവിടുത്തെ മറ്റൊരു റിസോർട്ടാണ് കേട്ടോ, കള്ളാട്ട് ബ്രിട്ടീഷ് റിസോർട്ട്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ആക്ച്വലി ഈവനിംഗ് ഒക്കെ വന്നിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ വെച്ചിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കള്ളാട്ട് ബ്രിട്ടീഷ് റിസോർട്ട് മാത്രമല്ല, ഒരു ഹിൽ കൗണ്ടി റിസോർട്ടും കൂടിയുണ്ട് ഇവിടെ തന്നെ അടുത്താണ്. നമുക്ക് വേണമെങ്കിൽ 3 ദിവസം 3 റിസോർട്ടിൽ സ്റ്റേ ചെയ്യാം ഈ ഏരിയയിൽ വന്നാൽ. അതാണ് ഇവിടുത്തെ ഒരു ട്രേഡ് മാർക്ക്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, താല്പര്യമുള്ളവർക്കാവാം. എന്തായാലും ഞങ്ങൾ ഇന്ന് ഈ ഏരിയ വിടുന്നുണ്ട്. ഇന്ന് 11 മണിയോടെ ചെക്കൗട്ടാണ്. ഈ റിസോർട്ട് വിട്ട് വേറൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്, വേറൊരു ഏരിയയിലാണ്. നമുക്ക് സ്ട്രീമൊക്കെ കണ്ടു. ഇനി ഞാൻ തിരിച്ച് റൂമിലേക്ക് മടങ്ങി പോവുകയാണ്. അധികം ഒന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനില്ല കേട്ടോ. ഈ ഒരു സ്ട്രീമും പിന്നെ മുകളിലുള്ള ഇൻഡോർ ഗെയിംസും പിന്നെ ഈ പ്ലാന്റേഷൻ വാക്കും, അത് മാത്രം. ഒരു ജസ്റ്റ് ഒരു സ്റ്റേ ആണ്, നല്ലൊരു കൂൾ സ്റ്റേ ആണ്, ഒരു ഫോറസ്റ്റ് സ്റ്റേ ആണ്, പ്രൈവറ്റായൊരു സ്റ്റേ ആണ്, അത്രമാത്രം. അല്ലാതെ വലിയ ആക്ടിവിറ്റീസ് ഉള്ള ഒരു റിസോർട്ടൊന്നുമല്ല. വളരെ എക്കോ ഫ്രണ്ട്ലി ആയി കാടിനോട് ചേർന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ റിസോർട്ടിലെ റൂമുകൾ ബുക്ക് ചെയ്യാം. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും വളരെ കോപ്പറേറ്റീവാണ്. വളരെ കാമായിട്ട് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഞാൻ റെഫർ ചെയ്യുന്ന റിസോർട്ട് തന്നെയാണ് പ്ലാനറ്റ് ഗ്രീൻ പ്ലാന്റേഷൻ റിസോർട്ട്.